സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു ചുവടുവെപ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യജാലികയിലേക്ക് എന്നെ സമസ്തയുടെ എന്റെ പ്രിയപ്പെട്ട വിസ്താരമാണ് വിളിച്ചു പറയുമ്പോൾ എന്റെ മനസ്സിൽ ഏറ്റവും വലിയ ആശങ്ക, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പരിപാടിയൊന്ന് പങ്കെടുത്തു പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നമ്മുടെ റോഡുകൾ മുഴുവനും പാലക്കാട് ടൗണിന്റെ അവസ്ഥ നമുക്കറിയാം, ബ്ലോക്കാണ്. ഞാൻ നോക്കുമ്പോൾ SKSFന്റെ ബാൻഡ് നോക്കിയ മുട്ടായിയിൽ ഒരു ബൈക്കുമായിട്ട് പോവാൻ വണ്ടിയിൽ നിന്ന് കൊട്ടി പിടിച്ച ആ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ നിന്ന് അതിൽ കയറി ഈ പുറകു വഴി എങ്ങനെയെങ്കിലും ഈ ജാലയിൽ കൈകോർക്കുന്ന സമയം നിങ്ങളോടൊത്ത് ഈ സാധുവിന്റെ കൈയൊന്ന് ചേർത്ത് വെക്കാൻ, മാനുഷിക നന്മയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആ കരങ്ങളോടൊപ്പം ഈ പാവപ്പെട്ടവന്റെ കൈയൊന്ന് ഓർത്തു വെക്കാൻ വേണ്ടി, ചേർത്ത് വെക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അത്ഭുതം തോന്നി പോവുകയാണ്. കയ്യിൽ കെട്ടും തൊപ്പിയും ദാടിയും വെച്ച് ഈ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട മക്കളിവിടെ പാടിയ വാക്കുകൾ, ആ വരികൾ നമ്മുടെ മനോമുഖരത്തിന്റെ ഉള്ളറുകളെ കീറി മുറിച്ച് അകത്തേക്ക് കടന്നു വരികയാണ്. ഗംഗയും യമുനയും സൗന്ദര്യം നിറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ രാജ്യത്തിന്റെ നിറകയിൽ അൽഹംദുലില്ലാ ഒരാളെയും ക്ഷേത്രം കുളിക്കാനും പള്ളി തകർക്കാനും മണിനാഥം നശിപ്പിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട ഞങ്ങളോട് തുടങ്ങാനും അനുവദിക്കില്ല എന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം ആ പാട്ടുകളോട് കേൾക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത്, ഞാനിവിടേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നിങ്ങളല്ലാഹു മർഹബഹു അവരുടെ ഒരു ലേഖനം വായിച്ചതാണ്. അത് ഒരുപക്ഷെ ഉസ്താദിന്റെ പ്രഭാഷണം ഒരു ലേഖനമായി കൊടുത്തിരിക്കാം. ശരീഅത്ത് വിവാദത്തിന്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் സമസ്തയുടെ പ്രിയപ്പെട്ട അനുചരന്മാരോട് പ്രഖ്യാപനം നടത്തിയ മനോഹരമായ ലോകത്തിന് അതിനപ്പുറം ഒരു മാനുഷിക മൂല്യമുള്ള വാക്കുകൾ പിന്നെ പറയാനില്ല. അത്രത്തോളം വിലപിടിപ്പുള്ള ചില മനോഹരമായ വാക്കുകൾ. ഈ രാജ്യത്തിന്റെ നീതിപീഠത്തിനെതിരെ നിങ്ങളൊന്നും ചെയ്യുകയില്ല, ഈ രാജ്യത്തിന്റെ ചോരൊടുക്കാൻ നിങ്ങളൊന്നും ചെയ്യുകയില്ല, ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്ന മക്കൾ തയ്യാറാണ് എന്ന മനോഹരമായ വാക്ക് വായിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലേക്ക് ഏറിവെക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് സുമാബത്ത് ബിൻ ഉസാർ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട 12 സഹാബികളെ കൊല്ലുകയും അല്ലാഹുവിന്റെ റസൂലിനെ കൊന്നുകൊണ്ടുവരുന്നവര് 100 ഒട്ടകം കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് അവസാനം ആ സുമാബത്ത് ഉസാലിനെ കയ്യിൽ കിട്ടിയപ്പോ ഖാലിദ് റളിയല്ലാഹു തആല പിടിച്ചുകെട്ടി മുത്തറസൂലിന്റെ മുമ്പ് കൊണ്ടുവന്നപ്പോ ഒന്നാമത്തെ ദിവസം ഖാലിദ് റളിയല്ലാഹു ചിന്തിച്ചത് കാരുണ്യത്തിന്റെ നിറകുണത്തെ കുറിച്ച് എത്രത്തോളം മോശമായി പരാമർശം നടത്തിയ സുമാബത്ത് ബിൻ ഉസാലിന്റെ കഴുത്ത് വെട്ടാൻ അറബ് റസൂൽ പറയുമെന്ന പാലും ഈത്തപ്പഴവും കൊടുക്കാൻ പറഞ്ഞപ്പോ കണ്ണീരോടുകൂടിയാണ് ഖാലിദ് റളിയല്ലാഹു ചെയ്തത്. രണ്ടാമത്തെ ദിവസം ഒന്നും ചെയ്തില്ല. മൂന്നാമത്തെ ദിവസം കിടന്നു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാബത്ത് ബിൻ ഉസാലിനോട് ചോദിച്ചു, നിന്റെ ആദർശത്തെ കുറിച്ച് നീ എന്താ പറയുന്നത്? സുമാബത്ത് പറഞ്ഞു, ഇല്ല, എന്റെ ജീവിതത്തിൽ എന്റെ തല പോയുന്നത് വരെയും ഞാൻ ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കും, ഒരിക്കലും നിങ്ങളുടെ തൗഹീദിലേക്ക് കടന്നു വരില്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാബത്ത് ബിൻ ഉസാലിനെ കെട്ടടിച്ച് വെറുതെ വിടാൻ പറഞ്ഞു. ആ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോ സുമാബത്ത് ബിൻ ഉസാലിന്റെ മനസ്സ് മന്ത്രിച്ചത്, ഞാൻ എവിടെ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങി വരിക? ഒരു മൂടൽ കൊടുത്തിരുന്നെങ്കിൽ വെട്ടിയരിഞ്ഞുകൊണ്ട് കഷണമായി വലിച്ചെറിയുന്ന സഹാബത്തിന്റെ മുമ്പിൽ നിന്ന് സ്നേഹത്തിന്റെ നിറമണത്തോടെ പുഞ്ചിരിയോടെ എന്നെ അടിച്ചുവിട്ടെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഓർത്തു പോവുകയാണ്. SKSFന്റെ ചുണക്കുട്ടന്മാരുടെ കീഴിലുള്ള വിക്കായുടെ പ്രവർത്തകർ ഉൾപ്പെടെ ഒരുപാട് എന്റെ പോഷക പ്രസ്ഥാനങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഈ നാടിന്റെ മണ്ണിൽ പ്രിയപ്പെട്ട ഒരു ഹൈന്ദവ മാതാവിന്റെ കണ്ണീര് വീണാൽ പോലും നിങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അത് മനുഷ്യരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണീരൊപ്പാൻ സമസ്തയുടെ പോഷക ഘടകമായ പ്രിയപ്പെട്ട ഞങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന SKSFന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് ഇൻഷാ അല്ലാഹ് 1000 പള്ളികൾ പൊളിക്കപ്പെട്ടു പോയാലും ഒരു ക്ഷേത്രത്തിന്റെ മുമ്പ് നിന്ന് പോലും SKSFന്റെ ചുണക്കുട്ടന്മാർ ഒരു പിടി മണ്ണ് പോലും വല്ലാഹി പടച്ചവൻ തന്നെയാണ് സത്യം, വാരിദൂരേക്കറിയയില്ല. അവർക്ക് സാഹോദര്യത്തിന്റെ പാഠം പഠിപ്പിച്ചും കാണിച്ചും കൊടുത്ത സുന്നത്ത് ജമാഅത്തിന്റെ കരകളെന്ന പാണ്ഡിത്യത്തിന്റെ നിറവിലുള്ള പ്രിയപ്പെട്ട സൂഫിയാക്കളായ പണ്ഡിതന്മാരാ. അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ കപടതയുടെ മുഖമണിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രമാണിത്തരങ്ങൾ കാണിക്കാൻ ഇറങ്ങി വന്നവരല്ല. രാജ്യത്തിന്റെ സന്തോഷം മറന്നുകൊണ്ട് അധികാരത്തിനും പണത്തിനും വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്ത് കത്തിയരിക്കപ്പെട്ട പാവപ്പെട്ടവരെ ഞാൻ അറിയില്ല. ആ കലാപത്തെ എനിക്ക് മനസ്സിലായിട്ടില്ല. ലോകത്തിനോട് ഒരു
വേഷധാരിയെ ചവിട്ടിപ്പിച്ചുകൊണ്ട് പവിത്രതയുമുള്ള ആ പാതയിലൂടെ ഇൻഷാ അല്ലാഹ് മരിച്ചു വീണാൽ ആ പാതയിൽ പ്രകാശമുള്ള മുഖത്തോടെ മഹാന്മാരായ പ്രിയപ്പെട്ട സഹാബികൾ വീട് കിടന്ന ആ സന്തോഷത്തോടെ വീട് കിടക്കുമെന്നുള്ള ഒരേ പ്രതിജ്ഞയോടെയാണ് അൽഹംദുലില്ലാഹ് ഈ പന്താവിലേക്ക് പ്രിയപ്പെട്ട മക്കൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരോട് ആവേശത്തോടെ മനുഷ്യ ജാലിക തീർത്ത എന്റെ പ്രിയപ്പെട്ട സച്ചിന്ദരായ കൂട്ടുകാരോട് പറയുക, നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട ഉസ്താദുമാർ വഴി കാണിച്ചു തന്ന ആ വഴിയിലൂടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെ ഇൻഷാ അല്ലാഹ് SKSF-ന്റെ ആശയവും ആദർശവും ഈ പാവപ്പെട്ട സഹോദരൻ ആളുടെ മുന്നിൽ ആണപ്പത്തോടെ ഇസ്സത്തോടെ എന്റെ പ്രിയപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന് വേണ്ടി, ശംസുൽ ഉസ്താദിന് വേണ്ടി, ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന് വേണ്ടി പ്രായത്തിന്റെ അവശതകൾ മറന്നുകൊണ്ട്, ക്ഷീണം മറന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഒരു ചെറുപ്പക്കാരനേക്കാൾ ആവേശത്തോടെ വന്ന ബഹുമാനം ആദരണീയമായ സ്വാദിഖ് ഉസ്താദിന് വേണ്ടി അൽഹംദുലില്ലാഹ് ഇതുപോലെയുള്ള പ്രസ്ഥാനത്തിന്റെ ആവേശത്തിന് വേണ്ടി, പ്രഭാഷണത്തിന് വേണ്ടി രംഗത്ത് വരുന്ന സത്താർ പന്തല്ലൂർ ഉസ്താദിനെ പോലെയുള്ള ആ പ്രിയപ്പെട്ട പ്രവർത്തകനെ പോലെയുള്ള മുസ്തഫ അസ്ലമി ഉസ്താദിനെ പോലെയുള്ള ഓണംപള്ളി ഫൈസി ഉസ്താദിനെ പോലെയുള്ള ഹബീബ് ഫൈസി ഉസ്താദിനെ പോലെയുള്ള എനിക്കും നിങ്ങൾക്കും നേതൃത്വം തരുന്ന നമ്മുടെ നേതാവെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ലാളിത്യത്തിന്റെ പ്രതീകമായ മഹാനായ കോഴിക്കുട്ടി ഉസ്താദ്, അല്ലാഹുവേ നീ ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ, ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. ആ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ പ്രാർത്ഥനയുള്ളിടത്തോളം കാലം ഇൻഷാ അല്ലാഹ് പൊരുവയിലത്ത് പൊട്ടിച്ചെല്ലുന്ന റോഡിലൂടെ താറിലൂടെ കാലം എന്തുരുകി പള്ളിപ്പോയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പതാകയുടെ കീഴിൽ ലോകത്തെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന കരങ്ങളായി എന്റെ പ്രിയപ്പെട്ടവരെ ആ കരങ്ങൾ ഇനി ലോകത്ത് ഏതൊക്കെ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നാലും ആരൊക്കെ എന്തൊക്കെ പിറമ്പിയാലും ഈ ചേർത്ത് വെച്ച മനുഷ്യധാരികയുടെ കരങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരിക്കലും നിങ്ങൾക്ക് അകത്തു മാറ്റിയിട്ട് ഇന്ത്യ രാജ്യത്ത് ചോരപ്പണയെടുക്കാൻ ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ചേരി തിരിയാതെ ഈ ചങ്ങലെ ചേർത്ത് നിർത്തി ഒറ്റക്കെട്ടായി നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ എല്ലാ മജ്‌ലിസിന്റെയും ദുആ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രമേയ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി SKSF